ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും റമളാൻ കരീം. അപ്പോൾ അത് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഓൺ വോയിസിലുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഞാൻ മുമ്പ് 2-3 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വോയിസ് ഓവർ കൊടുത്തേക്കാണ്. അപ്പോൾ ഇതാ നമ്മൾ എണീറ്റു, ഫുഡൊക്കെ കഴിച്ചു, നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തുടർന്നുള്ള എല്ലാ ദിവസത്തെ വീഡിയോസ് എടുക്കണം, ഈ റമളാനിലെ എല്ലാ വീഡിയോസും എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ എണീറ്റു കേട്ടോ. ഞാനും മോളും എണീറ്റു. പിന്നെ വേഗം ഫ്രഷായി. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതാ അതൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത്താഴത്തിന് എണീറ്റിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. അതായത് അടിച്ചു വാരി വെക്കും. പിന്നെ ഉമ്മ രാവിലെ അങ്ങനെ നേരത്തെ എണീറ്റിട്ട് തുടക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പത്തിരി പണിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, മൂക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TV ഇടുകയാണ് അല്ലേ, കാർട്ടൂൺ ഇടില്ലേ നമ്മൾ അല്ലേ. അമ്മേ എന്താ 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 അമ്മേ കൊല്ലി പോവും എന്താ മാങ്ങ. ഓക്കെ, ലൈക്ക് കൊടുക്കുക, ലൈക്ക്. ഓക്കെ, ഇതാ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കൂല, ഒളച്ചക്ക് കഴിക്കൂല അമ്മേ, ഒറ്റ കഴിക്കൂലേ. അങ്ങനെ ഉമ്മാൻ്റെ പത്തിരിപ്പണിയും മോൾക്ക് ഞാൻ ചായയൊക്കെ കൊടുത്തതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം എന്ത് ചെയ്ത് മുറ്റം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അകത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഗൈസ് നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നല്ല പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കൂടെ വെറുതെ ഇങ്ങനെ ഇവിടെ പുറത്തിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകും. അബ്ബ ഇവിടെ, അബ്ബ പോയി. തെങ്ങ പിന്നെ അതാ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൾക്ക് ഫുഡ് കൊടുത്ത് അവളെ ഞാൻ ഉറക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അവളെ കൂടെ തന്നെ ഉറങ്ങി. അങ്ങനെ ഇതാ ആമി എണീറ്റിട്ടുണ്ട് അല്ലേ ആമിയെ അല്ലേ. അങ്ങനെ ഒരു 3:30 ആയപ്പോൾ തന്നെ അവൾ എണീറ്റു കേട്ടോ. അപ്പോഴത്തേനും ഇവിടെ നമ്മൾ വൈകുന്നേരം ചായ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് അവളെ ഞാൻ ഇവിടെ ഇരുത്തിട്ടോ. എന്നിട്ട് ഇത് അമ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് പോയി. നമ്മളിന്ന് പൊക്കവടയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള സവാളയും പിന്നെ ബീഫ് കറിക്കുള്ള തേങ്ങ ഒക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. പത്തിരിയൊക്കെ ചുട്ടു, അതൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് വേഗം അകമൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചു. അവൾ എന്നെ പ്രത്യേകിച്ച് അങ്ങനെ പണിയെടുക്കാനൊന്നും സമ്മതിക്കൂല. പിന്നെ അതാ നമ്മൾ ഇന്നത്തേക്ക് വാട്ടർമെലൻ്റെതും പിന്നെ പൊക്കവടയും പത്തിരിയൊക്കെയാണ് കേട്ടോ. പത്തിരിയും പൊറാട്ടയും ഉണ്ടായിരുന്നു. അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മളാകെ 3 ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ ലാവിഷായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അത് ഇന്നത്തെ നോമ്പ് തുറ കഴിഞ്ഞിട്ടോ. നോമ്പ് തുറന്നു, സ്നാക്സും വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ നോമ്പ് തുറന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. പിന്നെ മോൾക്ക് ഫുഡ് കൊടുക്കലും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റത്തെ റമളാനിലെ ഫസ്റ്റത്തെ നോമ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഡെയിലി വീഡിയോസും കാര്യമൊക്കെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.